സ്വർഗത്തിലെ പൊന്നുതമ്പുരാൻ മക്കളായ നാം ഓരോരുത്തരെയും അവിടുത്തെ ഛായയിൽ, അവിടുത്തെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചത് വലിയൊരു സ്നേഹത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുത്തെ സ്തുതിക്കാനും അവിടുത്തെ ആരാധിക്കാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സ്വർഗത്തിൽ ഈ തമ്പുരാനെ നേരെ കണ്ട് മാലാഖമാർ അവിടുത്തെ സ്തുതിക്കുന്ന ആ ഒരു ദൗത്യം ഇന്ന് ഭൂമിയിൽ നിറവേറ്റുന്നവരാണ് ചർച്ച് ക്വയേഴ്സ്, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ സംഗീത ശുശ്രൂഷ ചെയ്യുന്നവർ. ഈ ചർച്ച് ക്വയേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സീക്രട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച വലിയൊരു ഇവൻ്റായിരുന്നു. ഈ ഒരു ഓൺലൈൻ മ്യൂസിക് മത്സരത്തിൽ വളരെ പ്രഗത്ഭരായ വിധികർത്താക്കളും നമുക്കുണ്ടായിരുന്നു. ശ്രീ ജെറി അമൽദേവ് സർ, ഉരുളിയാനിക്കൽ അച്ഛൻ, ശ്രീ സുജോയ് വർഗീസ്, ഒപ്പം ഞാനും. ഞങ്ങൾ തിരഞ്ഞെടുത്ത ചില സുന്ദരങ്ങളായ ഗാനങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ചർച്ച് ക്വയറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവർക്കും ഈ ഒരു പ്രോഗ്രാം വലിയൊരു അനുഗ്രഹമാകും, അറിവായി മാറും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യമായി സെയിൻറ്റ് ജോസഫ് സ്കൂൾ പട്ടണക്കാട് അവതരിപ്പിച്ച രാജാതിരാജനാം ഈശോ എന്ന ഗാനം നമുക്ക് കേൾക്കാം.
ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് നിരവധി സുന്ദരങ്ങളായ അഭിഷേകമുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടറാണല്ലോ റെവറൻഡ് ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ CMI. റെക്സ് ബാൻഡ് എന്ന പോപ്പുലർ ക്രിസ്ത്യൻ ബാൻഡിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറും കൂടിയാണ് അച്ഛൻ. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ ഗാനങ്ങളെപ്പറ്റി വളരെ ആഴമേറിയ അറിവോടെ അച്ഛൻ പകർന്നു തരുന്ന അറിവ് ഏവർക്കും വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് അച്ഛൻ്റെ വാക്കുകൾ ശ്രവിക്കാം. സംഗീതം ദൈവം നമുക്ക് നൽകിയ അമൂല്യമായൊരു ദാനമാണ്. ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന നിങ്ങൾ അനേകം പേരെയും എന്നെയും നിരവധി പേർ അറിയാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും വിവിധ ശുശ്രൂഷകൾക്കായി നമ്മെ വിളിക്കാനും കാരണം ദൈവം നമുക്ക് നൽകിയ ഈ ദാനമാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ ബാഹ്യ ആരാധനയുടെ ശ്രേഷ്ഠമായ ഒരു തലമാണ് സംഗീതം. പാട്ടുപാടുക എന്നത് ഉദാത്തമായ ഒരു മൂല്യമാണെങ്കിൽ ദൈവസ്തുതിക്കായി പാടുക എന്നത് മഹനീയവും പരിശുദ്ധവുമായൊരു കർമ്മമാണ്. ദേവാലയ ഗാനങ്ങൾ തന്നെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും മാനസാന്തരത്തിലേക്ക് നയിച്ചുവെന്നും വിശുദ്ധ അഗസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ്റെ സാക്ഷ്യം നമുക്കൊന്ന് ശ്രവിക്കാം. ക്രമീകൃതമായ സാങ്കേതിക അടയാളങ്ങൾ ഉപയോഗിച്ച് അങ്ങയുടെ ദേവാലയങ്ങളിൽ മനോഹരമായി ആലപിച്ചിരുന്ന സ്തോത്രഗീതങ്ങളും സങ്കീർത്തനങ്ങളും എത്ര ആഴമായി എൻ്റെ ഹൃദയത്തിൽ പതിക്കുകയും ഹൃദയം തകർന്ന് വിലപിക്കുവാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. അവയുടെ സ്വരം എൻ്റെ കർണങ്ങളിൽ പതിക്കുകയും അവയിൽ അന്തർലീനമായിരിക്കുന്ന നിത്യസത്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് അലിഞ്ഞു ചേരുകയും അവിടെ നിന്ന് ഭക്തവിചാരങ്ങൾ ഉദ്ഗമിച്ച് ബാഷ്പകണങ്ങളായി കവിഞ്ഞൊഴുകുകയും അവയിൽ എൻ്റെ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. എത്രയോ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമാണ്. ദേവാലയ സംഗീതത്തിൻ്റെ ശക്തിയും അന്തസത്തയും ദേവാലയ സംഗീതം നൽകുന്ന അഭിഷേകവുമെല്ലാം ഈ സാക്ഷ്യത്തിലുണ്ട്. വിശുദ്ധ അഗസ്റ്റിനെ പോലെ പാട്ട് കേട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ നിരവധി പേരെ എനിക്കറിയാം. ദേവാലയ സംഗീതം നമ്മൾ തിരുക്കർമ്മ സംഗീതം എന്ന് ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. തിരുക്കർമ്മ സംഗീതം വിശ്വാസവും സ്നേഹവും പ്രത്യാശയും മാനസാന്തരവും സൗഖ്യവും പ്രഘോഷിക്കുന്ന അടയാളങ്ങളാണ്. ആരാധനാ സ്ഥലം വിട്ടാലും സംഗീതം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നില്ലേ? കൊയർ സിംഗിങ് ഒരു ഹോബിയല്ല, അതൊരു വിനോദ പ്രവൃത്തിയല്ല. എനിക്ക് സൗകര്യം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ മാത്രം ഞാൻ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല, അതൊരു ഡ്യൂട്ടിയാണ്. സംഗീതമെന്ന കഴിവ് ലഭിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കടമയാണ്. ചില വലിയ ഇടവകകളുണ്ട്, അവിടെ ധാരാളം പാട്ടുകാരുമുണ്ട്. പക്ഷേ ദേവാലയത്തിൽ പാടാൻ അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല. മറ്റ് റിയാലിറ്റി ഷോസിനോ മത്സരത്തിനോ ഫേസ്ബുക്കിൽ ഒരു വൈറലാക്കാനുള്ള പാട്ട് പാടാനോ ഒക്കെ അവർക്ക് സമയമുണ്ട്. കാരണം എനിക്ക് ദൈവം നൽകിയ ദാനം ഒരു കടമയായി ഞാൻ കാണുന്നില്ല. കൊയർ സിംഗിങ് സഭയുടെ ഒരു ശുശ്രൂഷയാണ്. വി ഹാവ് ബീൻ ഗിവൺ വോയിസസ് ടു പ്രൈസ് ഗാഡ്. എനിക്ക് ദൈവം മനോഹരമായ ശബ്ദം നൽകിയെങ്കിൽ, സംഗീതത്തിൽ കഴിവ് നൽകിയെങ്കിൽ അത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. കൊയർ സിംഗിങ് സഭയുടെ ഒരു മഹനീയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ദേവാലയ ഗായസംഘം സംഗീതത്തിൽ കഴിവുള്ളവരുടെ ഒരു ക്ലബ്ബല്ല, അത് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്, മഹനീയമായ ശുശ്രൂഷയാണ്. സെറ്റ് അപ്പാർട്ട്. അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും വലിയ സ്ഥാനമില്ല. അവിടെ എളിമപ്പെടുത്തലുകളും തിരുത്തലുകളും എല്ലാം ഉണ്ടാകും. അതെല്ലാം നമ്മെ ഉന്നതിയിലേക്ക് നയിക്കും. ഗായക സംഘങ്ങളുടെ കടമ പാട്ടുപാടുക മാത്രമല്ല, മറിച്ച് സഭാ സമൂഹത്തെ പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും നയിക്കുന്നതാണ്. അപ്പവും വീഞ്ഞും
മാംസവും രക്തവുമാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിന് നമ്മുടെ ശബ്ദത്തെയും നമ്മുടെ പാട്ടുകളെയും ഗായിക സംഘത്തെയും ജീവനുള്ളതാക്കി മാറ്റാൻ കഴിയും എന്ന് വിശ്വസിക്കണം. ഈ ഒരു സംഗീത മത്സരത്തിൽ നിരവധി ഗാനങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു. അതിൽ സവിശേഷപ്പെട്ട ഒരു കാര്യം, അനശ്വരങ്ങളായ നിരവധി ഗാനങ്ങൾ, പഴമയുടെ ഗാനങ്ങൾ പുതുമയോടെ ഒരുമയോടെ ചർച്ച് ക്വയർ ആലപിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു എന്ന സുന്ദരമായ ആ ഒരു അനശ്വര ഗാനം നമുക്ക് കേൾക്കാം.
ഇരു പ്രാർത്ഥന എന്നല്ലേ വിശുദ്ധ അഗസ്തീനോസ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു ദേവാലയ സംഗീതത്തിൻ്റെ മഹത്വം നമ്മളുമായി പങ്കുവയ്ക്കുന്നു പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതൻ റെവറൻഡ് ഫാദർ ആന്റണി നരികുളം. നമുക്ക് ആന്റണി അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ദേവാലയ സംഗീതത്തെപ്പറ്റി വളരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പല മാസികകളിലും ആഴ്ചപ്പതിപ്പുകളിലുമൊക്കെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ദേവാലയ സംഗീതം നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്, അതല്ല അത് വളരെയധികം മെച്ചപ്പെടാനുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ദേവാലയ സംഗീതത്തെപ്പറ്റി സഭ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെയായിരിക്കണം ദേവാലയ സംഗീതം, എങ്ങനെ ആയിരിക്കരുത് ദേവാലയ സംഗീതം, ആരായിരിക്കണം ഗായകർ, ഇത് ഗായകരുടെ മാത്രം ഒരു ശുശ്രൂഷയാണോ, ഇനിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സീരീസാണ് അടുത്ത എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ കാണാനും ശ്രവിക്കാനും പോകുന്നത്. ദേവാലയ സംഗീതത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് സീക്രട്ട് മ്യൂസിക് എന്നാണ്. പക്ഷേ മലയാളത്തിലേക്ക് വിശുദ്ധ സംഗീതം എന്ന് നമ്മൾ സാധാരണ പറയാറില്ല, മറിച്ച് ദേവാലയ സംഗീതം എന്നാണ് പറയാറുള്ളത്. എന്താണ് ഈ ദേവാലയ സംഗീതത്തിൻ്റെ പ്രത്യേകത? ദേവാലയ സംഗീതം ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദേവാലയത്തിൽ മാത്രം പാടാനുള്ള പാട്ടുകളാണ്. പുറമേ മറ്റു വേദികളിൽ പാടുന്ന ഗീതങ്ങളല്ല ദേവാലയ സംഗീതം. പക്ഷേ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന പ്രമാണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. അതായത് ഏതൊരു കാര്യവും നന്നായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കാര്യം അതേപ്പറ്റി അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അറിവുള്ള കാര്യങ്ങളല്ലേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അറിവ് മാത്രം മതിയോ? പോരാ. അറിവുള്ള കാര്യങ്ങളോട് നമുക്ക് സ്നേഹം തോന്നണം, അത് ചെയ്യാനൊരു താല്പര്യം തോന്നണം. അപ്പോഴാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുക. എന്താണ് ഈ ദേവാലയ സംഗീതത്തിൻ്റെ പ്രത്യേകത? ദേവാലയ സംഗീതം ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദേവാലയത്തിൽ മാത്രം പാടാനുള്ള പാട്ടുകളാണ്. പുറമേ മറ്റു വേദികളിൽ പാടുന്ന ഗീതങ്ങളല്ല ദേവാലയ സംഗീതം. 2004 ബാംഗ്ലൂർ NBCLCയിൽ വെച്ച് ഈ സംഗീത പാരമ്പര്യത്തെപ്പറ്റി ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരമുണ്ടായി. അന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. നമ്മൾ സാധാരണ ദേവാലയ സംഗീതം എന്ന് പറയുമ്പോൾ ധ്യാനത്തിന്, കുർബാന, കൂദാശകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ദേവാലയ സംഗീതം എന്ന് പറയുക. ഇതുകൂടാതെ സംഗീതത്തിൻ്റെ ശക്തിയെപ്പറ്റി പറഞ്ഞപ്പോൾ അന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന്, വ്യക്തിത്വ വികസനത്തിന് പോലും ഈ സംഗീതം പ്രയോജനപ്പെടും. പണ്ടൊക്കെ കൊയ്ത്ത് പാട്ടുകളുണ്ടായിരുന്നു. കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, ആ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ആ സ്പീഡിൽ, ആ താളത്തിൽ ആ കൊയ്ത്ത് ഭംഗിയാക്കാൻ സാധിക്കും. മാർച്ച് പാസ്റ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. വള്ളംകളി, ടഗ് ഓഫ് വാർ, ഇതിനൊക്കെ മ്യൂസിക് വയ്ക്കാറുണ്ട്. കാരണം ഒരു മ്യൂസിക് വയ്ക്കുമ്പോൾ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കാനും അതിനകത്ത് പങ്കെടുക്കാനും അതിൽ നിന്ന് ഫലമെടുക്കാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ എത്രയോ മനോഹരമായിട്ട്, എത്രയോ ഭംഗിയായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സഭ എന്നും നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ദേവാലയ സംഗീതം വളരെ ശ്രദ്ധയോട് പരിപോഷിപ്പിക്കണം. കാരണം അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നത് പോലെ പാട്ട് പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളം രീതികളിലുള്ള സംഗീതങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് കുച്ചിപ്പുടിയുണ്ട്, മാർഗംകളിയുണ്ട്, തിരുവാതിരയുണ്ട്, അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കുണ്ട്, പോപ്പുലർ മ്യൂസിക്കുണ്ട്. ഭാരതത്തിലേക്ക് വരുമ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കുണ്ട്, കർണാട്ടിക് മ്യൂസിക്കുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക്കുകളാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ഓരോന്നും ഓരോ തരം മ്യൂസിക്കാണ്. ഉദാഹരണത്തിന് തിരുവാതിര കളിക്കാൻ വന്നിരിക്കുന്നവരുടെ മുമ്പിലേക്ക് മാർഗംകളിയുടെ പാട്ടിട്ട് കൊടുത്തിട്ട് ഇനി തിരുവാതിര കളിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഒരിക്കലും കളിക്കാൻ സാധിക്കില്ല. കാരണം തിരുവാതിരയ്ക്ക് തിരുവാതിരയുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്. അതുപോലെ കുച്ചിപ്പിടിക്കുണ്ട്, എല്ലാത്തിനും ജാസ് മ്യൂസിക്കുണ്ട്. ഏത് മ്യൂസിക്കിനും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ദേവാലയ സംഗീതം എന്ന് പറയുന്ന സംഗീതത്തിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് മറ്റ് സ്റ്റേജ് പെർഫോമൻസ് ഉപയോഗിക്കുന്ന രീതിയല്ല, തിരുവാതിരയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയല്ല, മറ്റൊരു പരിപാടിക്കും മറ്റൊരു സംഗീത രീതിക്കും ഉപയോഗിക്കുന്നതല്ല ദേവാലയ സംഗീത രീതി എന്ന് പറയുക. അപ്പോൾ എന്താണ് അതിൻ്റെ സവിശേഷതകൾ? ഇംഗ്ലീഷിൽ പറയില്ലേ, ഒരു ജനുസ്,
ആ ജനുസ്, ആ ദേവാലയ സംഗീതത്തിൻ്റെ ജനുസ് എന്താണെന്ന് തിരിച്ചറിയാത്തതിൻ്റെ ദോഷം നമ്മുടെ ദേവാലയങ്ങളിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സഭ നമ്മളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ദേവാലയം ഇത്ര പ്രധാനപ്പെട്ടാണെന്ന് പറയാൻ കാരണം, എന്തുകൊണ്ടാണ് ഗായകർ മാത്രം പാടിയാൽ പോരാ എന്ന് പറയാനായിട്ട് കാരണം, ദേവാലയത്തിൽ ഗായകരും വൈദികനും ശുശ്രൂഷികളും ആരാധകരായിട്ടുള്ള സാധാരണ മനുഷ്യരെല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ വരുന്നവരാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമാണ് സംഗീതമെങ്കിൽ ആ സംഗീതവും ദേവാലയ ആരാധനയുടെ ഭാഗം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക? നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി. ആരെല്ലാം പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടോ അവരെല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ ചോദ്യം വരിക, ഈ ദേവാലയ സംഗീതത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇന്ന് നടക്കുന്ന രീതികൾ തികച്ചും സ്വീകാര്യമാണോ? ഇന്ന് പലപ്പോഴും ഗായക സംഘം മാത്രം മാറിയെന്ന് പാടുകയും ബാക്കിയുള്ളവരെല്ലാം കാഴ്ചക്കാരായിട്ട് മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് ശരിയായ ദേവാലയ സംഗീതത്തിൻ്റെ ശൈലിയാണോ? അല്ല എന്നാണ് സഭയുടെ പഠനം. അപ്പോൾ അതിലെ ആ സവിശേഷതകളെപ്പറ്റി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്നാമതായിട്ട്, അറിയുന്ന കാര്യങ്ങളെ സ്നേഹിക്കാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദേവാലയ സംഗീതം എന്താണെന്ന് നമ്മൾ അറിയണം. രണ്ടാമതായിട്ട്, സംഗീതത്തിന് നമ്മുടെ ദൈവത്തിലേക്ക് ഉയർത്താനായിട്ട് പ്രത്യേക ഒരു കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ തിരിച്ചറിയണം, അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പഠിക്കണം. മൂന്നാമതായിട്ട്, ദേവാലയ സംഗീതം എന്ന് പറയുന്നത് മറ്റ് സംഗീത രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അത് ദേവാലയത്തിൽ മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ്, പുറത്തൊരിടത്ത് ഉപയോഗിക്കുന്ന രീതിയല്ല. അതുകൊണ്ട് ആ രീതി എങ്ങനെയാണ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുക, എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന സവിശേഷതകളെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. ദേവാലയ സംഗീതത്തിൻ്റെ മഹത്വം അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ സംഗീതം ദൈവിക ദാനമാണ്, പവിത്രമാണ്, അമൂല്യമാണ്. സീക്രട്ട് മ്യൂസിക്കിൻ്റെ മറ്റ് എൻട്രികളുമായി നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാം. അതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.